ഇന്ന് ഏവൻഗേലിയനായി വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനായി വേണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. വചനമാകുന്ന ദൈവമേ, വചനത്തിന് വേണ്ടി സ്തോത്രം. വചനത്തിൻ്റെ സാരം സത്യമാകുന്നു എന്ന് ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവെ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംഭാഷിക്കണമേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് സഭയുടെ ആരാധനയുടെ ചിന്താവിഷയം വൈദികർ എന്നുള്ളതാണ്. വൈദിക ഞായറാഴ്ച എന്ന് പറഞ്ഞ് ഈ ഞായറാഴ്ചത്തെ തിരിച്ചിരിക്കുകയാണ്. ഈ ഇടവകയിലെ 31 വൈദികരെ ശുശ്രൂഷ ചെയ്തു. അവരുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇന്ന് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നത്. വൈദികരായ ആളുകളെ എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയാം. ആരാണ് ഒരു വൈദികൻ? എന്തിനാണ് വൈദിക സംഘം? എന്താണ് പട്ടത്വത്തിൻ്റെ ശുശ്രൂഷ? ഇതെല്ലാം ആളുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. എന്തെന്നാൽ ഈ കാലത്തിലാണ് സഭയിലെ വൈദികരുണ്ടാകുന്നത്. മാർത്തോമാ സഭയിലെ വൈദികരുണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനും സഹായിക്കും. ഒരു സെമിനാരിയാണോ ഒരുവനെ വൈദികനാക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ വീടാണ്, മാതാപിതാക്കളാണ്, സഹോദരങ്ങളാണ്, കുടുംബാംഗങ്ങളാണ്, അയൽക്കാരാണ്, സൺഡേ സ്കൂൾ സാറുമാരാണ്, സൺഡേ സ്കൂൾ കൂട്ടുകാരാണ്, വിദ്യാലയങ്ങളാണ്, പരിസ്ഥിതികളാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു വൈദിക സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത്. എന്തിനാണ് ഒരു വൈദികൻ? വൈദികൻ്റെ പ്രധാന ജോലി ദൈവം മുൻപാകെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യുക. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി അതിൻ്റെ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, അപേക്ഷിക്കാൻ ഒരുവനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. എത്രയോ നാൾ മുമ്പുള്ള ദൈവത്തിൻ്റെ ദുഃഖമാണ് അത്. ഇന്നും എങ്ങനെയാണ് ലോകം നശിക്കാതെ ജീവിക്കുന്നത് എന്ന് തോന്നുമ്പോൾ അവിടെ ഇവിടങ്ങളിലായിട്ട് ദൈവമുൻപാകെ പക്ഷപാതം ചെയ്യുന്ന അനേകരുടെ പ്രയത്നവും പ്രാർത്ഥനയും ഫലമാണ് ദൈവം ഈ ലോകത്തെ പരിരക്ഷിക്കുന്നതും സൂക്ഷിക്കുന്നതും. യേശു തൻ്റെ ഇഹലോക ജീവിതത്തിൽ 12 സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു. അവരെ എല്ലാവരെയും തിരഞ്ഞെടുത്തപ്പോൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ തിരഞ്ഞെടുത്തത്. തന്നോടുകൂടെ ഇരിക്കുക, പ്രസംഗിക്കേണ്ടതിന് അയക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 13-14 വാക്യങ്ങളാണ്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 പേരെ നിയമിച്ചു. വളരെ പവർഫുള്ളാണ്. ദൈവത്തിൻ്റെ ഈ ജോലി കർത്താവായ യേശുവിലൂടെ ആരംഭിച്ച ഈ ക്രിസ്തു ചരിതവും ക്രിസ്തു ജീവിതവും ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കാൻ തക്കണം ദൈവം എന്നും ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, വേർതിരിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു, തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നു. യേശുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ യേശുവിനെ സാക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. വെറുതെ ആർക്കും പ്രസംഗിക്കാനായിട്ടൊക്കെയില്ല, വചനത്തിൽ നിന്ന് ശരിയല്ല. നമ്മുടെ ഒരു പള്ളിയിൽ വിശ്വാസമില്ലാത്ത ഒരാളെ പ്രസംഗിക്കാൻ വന്നപ്പോൾ 2-3 ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പും അനുഭവിച്ചിട്ടില്ലാത്ത ആരും പള്ളിയിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഒരു പള്ളി എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരും യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ സന്തോഷിക്കുന്നവരും വീണ്ടും വരുന്ന കർത്താവിൽ ആശ്രയിക്കുന്ന ഒരുവനുമായിരിക്കണം എന്നാണ്. സ്ലീഹന്മാരിൽ ഒരുവനായ യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു, നാശയോഗ്യനെന്ന് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. യൂദയ്ക്ക് ശേഷം ആരെ തിരഞ്ഞെടുക്കണമെന്ന് നോക്കിയപ്പോൾ 12 പേരുള്ള ഒരു 120 പേരുള്ള ഒരു കൂട്ടായ്മയിൽ എല്ലാവരും ചേർന്ന് വന്നു. അവർ ചോദിച്ചു, പത്രോസ് അപ്പോസ്തലനാണ് അന്നത്തെ മുഖ്യ ആള്, അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾക്ക് യൂദായ്ക്ക് പകരം ഒരുവനെ തിരഞ്ഞെടുക്കണം. ആരെ തിരഞ്ഞെടുക്കണം? തിരഞ്ഞെടുപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം.
ആകയാൽ കർത്താവ് യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ടാരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. യോഹന്നാന്റെ സ്നാനം മുതൽ യേശു നമ്മെ വിട്ടുപിരിഞ്ഞ നാൾ വരെ ഞങ്ങളുടെ കൂടെ നടന്ന് ഇവൻ ആരാണെന്ന് കണ്ട് കേട്ട് തൊട്ട് മനസ്സിലാക്കി ഒരുവന് മാത്രമേ ഒരു അപ്പോസ്തലനായിരിക്കാൻ സാധിക്കും. സഭ അപ്പോസ്തലികം എന്ന് പറയാറുണ്ട്, നാം വിശ്വസിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റുചൊല്ലിയതാണ്. അപ്പോസ്തലികം എന്ന് പറഞ്ഞാൽ ഐക്യപ്പെടാൻ വേണ്ടി രക്ഷകനെ കണ്ടു മനസ്സിലാക്കിയ ഒരുവന് മാത്രമേ, ഒരു സഭയ്ക്ക് മാത്രമേ യേശുവിനെ സാക്ഷിക്കാനായിട്ട് സാധിക്കും. യേശു ആരംഭിച്ച ഈ പൗരോഹിത്യ ശുശ്രൂഷ നിർപടിയായി നിർവഹിക്കാൻ തക്കണം കർത്താവിനെ അറിഞ്ഞവരായിരിക്കണം. ഒരു വർഷത്തിൽ 85 പേര് നമ്മുടെ സഭയിൽ വൈദികരാൻ വേണ്ടി വന്നു. അപ്പോൾ വൈദികരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നമ്മുടെ ഐസക് സാർ ഉണ്ടായിരുന്നു. മാവേലിക്കരക്കാരൻ സാറാണ്. ടൈറ്റസ് സെക്കൻഡ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. സോറ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഈ 85 പേരെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ സാറുണ്ടായിരുന്നു. എല്ലാവരോടും സാറിനൊരു ചോദ്യമുണ്ടായിരുന്നു, നിങ്ങളെ ആരാണ് ഈ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്? നിങ്ങളെ ആരാണ് ഈ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്? ഒരാൾ പോലും ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞില്ലെന്നാണ് സാറിൻ്റെ ദുഃഖം. യേശു ആണ് എന്നെ ഈ വേലയ്ക്ക് വേണ്ടി വിളിച്ചതെന്ന് ഉറപ്പ്, ബലം ഇല്ലാത്തവർ വന്നാൽ അവതാളത്തിലായിപ്പോവും. നല്ല ഉറപ്പ്, യേശുവിനെ മനസ്സിലാക്കുന്ന ഒരുവന് മാത്രമേ, യേശുവിനെ കണ്ടറിഞ്ഞവന് മാത്രമേ, കേട്ടത് മാത്രമല്ല ഹൃദയത്തിൽ അവന് മാത്രമേ ആകുള്ളൂ. പ്രസംഗിക്കേണ്ടത് എന്തിനാണെന്ന് പൗലോസപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു നിന്നിൽ ഉരുവാകണം. ഓരോ ഹൃദയങ്ങളിലും ക്രിസ്തു ഉരുവാകപ്പെടണം ഒരു പ്രസംഗം കൊണ്ട്. പ്രസംഗത്തിൻ്റെ ശൈലി യേശു പറയുന്നു, തന്നോടുകൂടെ ഇരിക്കുക, പ്രസംഗിക്കേണ്ടതിന് അയക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഒരു അപ്പോസ്തലന് വേണ്ടതായ ക്വാളിഫിക്കേഷൻ അതൊക്കെയാണ്. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 16 മുതൽ പറയുന്നു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. തന്നെത്താൻ ത്യജിച്ച്, തനിക്കുള്ളതെല്ലാം ത്യജിച്ച് ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നവന് മാത്രമേ എൻ്റെ പിന്നാലെ വരാൻ കഴിയൂ എന്ന് യേശു പറയും. ഇന്ന് ഈ മാർഗത്തിലേക്ക് വരുന്ന എല്ലാവരുടെയും ചിന്ത എന്ത് കിട്ടും, എന്ത് ആർജിച്ചെടുക്കാം എന്നൊരു ചിന്തയിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം തകിടം മറിഞ്ഞു പോവുകയാണ്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുന്നതിന് മാത്രമേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂ എന്ന് കാണും. ഇതെല്ലാം അനുഗമിച്ച എല്ലാവരോടുമുള്ള സന്ദേശമാണ്, എപ്പോഴുമുള്ള സന്ദേശമാണ്, എക്കാലത്തേക്കുമുള്ള സന്ദേശമാണ്. ക്രൂശ് എടുത്ത് അനുഗമിക്കണം. ക്രൂശിൻ്റെ മാർഗമാണ് ഇന്നെപ്പോഴും. നൈജീരിയയിലൊക്കെ ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ഒരു കാലത്തിലാണ്. ഇറാഖ്, ഇറാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത് വർദ്ധിച്ചു വരും. അവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ ഞാൻ 2 ആഴ്ച മുമ്പ് കണ്ടു. ഭയവിഹുലരായി കഴിയുകയാണ്. എപ്പോഴും മരണം സംഭവിക്കാം. നമ്മുടെ നാട്ടിലും ബംഗാളിലും കഴിഞ്ഞ ദിവസം പത്രത്തിലകത്ത് കാണുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുന്നവരായിരിക്കണം. ഞാൻ ബോംബെ ബിഷപ്പായിരിക്കുമ്പോൾ അവിടെ മഹാരാഷ്ട്ര മിഷൻ ആരംഭിച്ചു. ഒരു കൊച്ചു ഗ്രാമത്തിൽ കുറച്ച് കൊച്ചു വിശ്വാസികളുണ്ടായി. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നു. ഒരു പ്രാർത്ഥനായോഗം നടക്കുമ്പോൾ അന്നൊക്കെ ഈ വീഡിയോ ക്യാമറ ഒക്കെ ഉണ്ടായി വരുന്നൊരു കാലം. അവരെല്ലാം കൂടി വന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ ആരാധിക്കുന്നവരെല്ലാം ആരാധന നിർത്തി. ഇതറിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ മിഷണറി ഒരു പെൺകുട്ടിയായിരുന്നു, ആലീസ് എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ അവൾ കണ്ടപ്പോൾ ഞാൻ ഒരു അനുശോചനം പറയുന്ന പോലെ ദുഃഖം രേഖപ്പെടുന്നു. അയ്യോ, അങ്ങനെ സംഭവിച്ചല്ലോ. അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, വൈ യു വറി തിരുമേനി, ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് സെഞ്ചുറി ഓൺവേർഡ്സ്. ഈ പീഡനം ഇതിൻ്റെ മധ്യത്തിലാണ് സുവിശേഷം. പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ഈ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനു വേണ്ടി ഒരു വൈദികനാകുന്നു? ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം.
അതിനാൽ കൊയ്ത്തിൻ്റെ ഉടയവനോട് വേലക്കാരെ അയച്ചിരണമെന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഈ കേരളത്തിൽ കൊയ്ത്ത് സമരം. എത്ര പദം കൊടുക്കണം, 10-1 എന്നുള്ളതിൽ മാറ്റി 8-1 പിന്നെ ആ കൂലിക്കാർ പറഞ്ഞ് 7-1 തരണം. അപ്പോൾ കൃഷിക്കാരെല്ലാം കൂടെ തീരുമാനിച്ചു കൊയ്യണ്ട, ഇതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ലാഭവുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥ ഉടമസ്ഥർക്ക് പിന്നെയും ദുഃഖമാണ്. ഒരു മഴ പെയ്താൽ മതി, ഇതുവരെയുള്ള അധ്വാനം മുഴുവൻ വെള്ളത്തിലാകും. നെല്ലെല്ലാം മീൻ കയറി ഊരിക്കളയും, ഉതിർന്നുകളയും. ഈ വിഭാഗം വായിക്കുമ്പോൾ എനിക്ക് ആ സമയമാണ് ഓർമ്മ വരുന്നത്. കൊയ്ത്ത് വളരെയുണ്ട് സത്യം. ഇന്ത്യയിൽ 103 ഉള്ളൂ ക്രിസ്ത്യാനികൾ. ചിത്രത്തിരുനാൾ മഹാരാജാവിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനായിരുന്നു പാലാമ്പടം അവറാച്ചൻ എന്ന് പറഞ്ഞൊരു യങ്സ്റ്റർ, ഒരു യൗവനക്കാരൻ. രാജാവിന് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. എബ്രഹാം ഈപ്പൻ പാലാമ്പടം എന്നറിയപ്പെടുന്ന അദ്ദേഹം മഹാരാജാവിനെ കണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവ് ചോദിച്ചു, ഇടൂ, നിങ്ങളുടെ സമുദായത്തിൽ എത്ര ക്രിസ്ത്യാനികളുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു 103. 100 പേരെടുത്താൽ 3 പേര്. അപ്പോൾ മഹാരാജാവ് കോപിച്ചിട്ട് പറഞ്ഞു, അത് നമ്മുടെ അച്ഛൻ്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നമ്മുടെ കാലത്തും ഇത് മാത്രമേ ഉള്ളൂ, എന്തേ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരോടും പറയുന്നില്ല? ഈ ഒരു വ്യഗ്രത ആര് ഉളവാകുന്നോ അവർക്ക് മാത്രമേ സുവിശേഷം പറയാൻ വേണ്ടി ഒരു താല്പര്യവും ആഗ്രഹവും സമർപ്പണവും ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെയുള്ളൊരു വൈദികരായാൽ മാത്രമേ സുവിശേഷം പങ്കിടാൻ വേണ്ടി ഒരു വ്യഗ്രത മനസ്സിലങ്കരിപ്പിക്കാൻ സാധിക്കും. ഇന്ന് സഭ വൈദിക ദിനമായി കൊണ്ടാടുമ്പോൾ നിങ്ങൾക്ക് മുമ്പായി ഈ ഇടവകയിൽ ശുശ്രൂഷിച്ച എല്ലാ മാന്യ വൈദികരെയും ഈ പള്ളിയിൽ നിന്ന് വൈദികരാവരെയും ഓർക്കേണ്ട ദിവസമാണ്. പുതുതായി ഈ വിശ്വാസം പ്രചരിപ്പിക്കാനും സുവിശേഷം ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന മക്കളെ ദൈവത്തിൻ്റെ തിരുവേലയ്ക്ക് വേണ്ടി ഒരുക്കണം. എപ്പോൾ ഒരുക്കും? സാധു സുന്ദർ സിംഗ് ഒരിക്കൽ മാരാമൻ കൺവെൻഷൻ വന്നു. 1818 മറ്റോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം മാരാമൻ കൺവെൻഷൻ വന്നപ്പോൾ ഒരു യോഗത്തിൽ പറഞ്ഞു, വടക്കേന്ത്യയിൽ ക്രിസ്ത്യാനികളില്ല, കുറവാണ്. യേശുവിനെക്കുറിച്ച് അറിയാൻ ആൾക്ക് താല്പര്യമുണ്ട്, ആര് പോകും? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ പന്തലിൻ്റെ കീഴിൽ ഗർഭിണികളായ അമ്മമാരുണ്ടെങ്കിൽ അവരവരുടെ വലത്ത് കൈ വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ ഉരുവാകുന്ന ഈ കുട്ടി ജനിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ഒരുക്കണം. അപ്പോഴാണ് ഒരു വൈദിക അഭ്യസനം ആരംഭിക്കുന്നത്. അങ്ങനെ കുമ്പനാടുള്ളൊരമ്മ വയറ്റിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് ഉണ്ടായ ഒരു കുട്ടിയാണ് ക്രിസോസ്റ്റം തിരുമേനി. എപ്പോഴാണ് ഒരുവനെ ഒരുക്കേണ്ടത്? ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും സ്വപ്നവും ദൈവത്തോട് പറയുമ്പോൾ ദൈവം രൂപപ്പെടുത്തി തരും വൈദികരെ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ. യേശുവിൻ്റെ കാലം മുതലുള്ള ഈ ശുശ്രൂഷ, ആദാം മുതലുള്ള ഈ ശുശ്രൂഷ തുടരാൻ, ദൈവത്തിൻ്റെ പ്ലാനിൽ ഉൾപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങളുടെ കൊച്ചുമക്കളെ, യൗവനക്കാരായ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാർ ചുരുക്കം. ഈ ഒരു അഭിവാഞ്യയും ഈ ഒരു ഹൃദയവേദനയും ദൈവത്തിൻ്റെ വേദന തന്നെ പങ്കിടാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ വേലയിൽ പങ്കും ഓഹരിയും ഉണ്ടാകും. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിനടുത്ത ഇടയന്മാരെ തരും. ദൈവത്തിൻ്റെ ഹൃദയം വായിക്കാൻ അറിയുന്നവനായിരിക്കണം ഒരു വൈദികൻ. ദൈവത്തിൻ്റെ സ്വഭാവം കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം ഒരു വൈദികൻ. എന്ത് ആർജിക്കാമെന്നുള്ളതല്ല, എന്ത് കൊടുക്കാൻ സാധിക്കും, മുഴുവൻ തന്നെ ജീവൻ തന്നെ കൊടുക്കാൻ കഴിയണം. ലൂക്കോസ് സുവിശേഷത്തിലെ അപ്പോസ്തലന്മാരെ കർത്താവിനോട് ചോദിക്കും, എല്ലാം ഇട്ടിട്ട് ഞങ്ങൾ വന്നതാണ്, എന്ത് കിട്ടും? വല, അപ്പൻ എല്ലാം ഇട്ടു.
2 ശിഷ്യന്മാരുടെ അമ്മ 2 മക്കളെയും അടുത്ത് കൊണ്ടുവന്ന് യേശുവിനോട് പറയുന്നു, എനിക്കൊരു സ്വപ്നമുണ്ട്, ആഗ്രഹമുണ്ട്. നിൻ്റെ മഹത്വം ഉദിക്കുന്ന നാളിൽ ഇവർ 2 പേരും നിൻ്റെ ഇടത്തും വലത്തും ഉണ്ടാവണം. നല്ല കാര്യമാണെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. നല്ല കാര്യം, ഗുഡ്. എന്നാൽ ഇരുത്തുന്ന ജോലി എൻ്റെ അല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെയാണ്. ആർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന അവർക്ക് കിട്ടും. എപ്പോഴും പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ ആളുകൾ കളിയാക്കാറുണ്ട്, സബദിയുടെ ഭാര്യയും കളിയാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാണ്, കർത്താവേ നിൻ്റെ വലത്ത് ഭാഗത്ത് ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ. ഇന്നും നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണ്. നിൻ്റെ മഹത്വം ഉദിക്കുന്ന നാളിൽ നിൻ്റെ ഇടത്തും വലത്തും നിൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ ഒരു പ്രാർത്ഥന അർത്ഥവത്തായ ഒന്നാണ്. എന്നാൽ എവിടെ ഇരിക്കുന്നുള്ളതല്ല. എന്നിട്ട് ഇവർക്ക് എന്ത് കിട്ടി? പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, ഇസ്രായേൽ ഗോത്രം 12 നിങ്ങൾ ന്യായം വിധിക്കും. എന്നിട്ട് എന്ത് കിട്ടി? 10 അപ്പോസ്തലന്മാരുടെയും തല വെട്ടി കൊല്ലപ്പെടുകയാണ്. 2 ആഴ്ച മുമ്പ് ഞാൻ പത്രോസിനെ അടക്കിയ ആ വലിയ പള്ളി സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ പോയി കണ്ടു. എത്ര ആളുകളാണ് ഇപ്പോഴും വരുന്നത്. പത്രോസിനെ ക്രൂശിക്കാൻ ഒരുങ്ങിയപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ ഗുരുവിനെ കൊന്നതുപോലെ വേണ്ട, അവൻ്റെ കാൽപാദം ചുംബിച്ച് എന്നെ തലകീഴായി കൊല്ലണം. മരണത്തെ സ്നേഹിച്ച്, യേശുവിന് വേണ്ടി മരണം സ്നേഹിച്ച് സഹദേന്മാരെ ഓർക്കണം എന്ന് സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇതുപോലെ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാകണം. പരിശോധനയുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് വലിയ കുഴപ്പമില്ലാന്നൊരു ചിന്തയിൽ ജീവിക്കരുത്. ഇതുപോലെ കുഴപ്പമുള്ള ആളുകളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ പാപം കൊണ്ട് അവർക്കും കുഴപ്പമുണ്ടാവാം. ദൈവമേ, നിന്നെ അറിയാതെ ആളുകൾ എത്ര പേരുണ്ട്, നിന്നെ അറിയാതെ എത്ര പേരുണ്ട്. ഇന്നലെ എന്നെ കാണാൻ വന്ന മാതാപിതാക്കൾ പറഞ്ഞു, അവരുടെ മകള് 46-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. 2 വർഷം ക്യാൻസറായിട്ട് കിടക്കുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭർത്താവിനോട് പറയും, ടാക്സി വേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ വരണം, ഞാൻ ടാക്സി പിടിച്ച് പോകാം. ടാക്സി കയറി പോകുമ്പോൾ ഡ്രൈവറോട് പറയും അവളുടെ ജീവിത കഥ, ക്യാൻസറായ കഥ, മരിക്കാൻ അധികം നാളില്ലാത്ത കഥ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമെന്ന് പറയുന്ന വിശ്വാസം. മരിക്കുന്നതിന് മുമ്പും ഈ സുവിശേഷം പറയാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കുന്ന വിശ്വാസം. ആദ്യ കുർബാനക്കാരോട് ഒന്ന് വർത്തമാനം പറയുന്ന സമയമുണ്ടല്ലോ, സാധാരണ അവരെ ഞാൻ മുമ്പിലിരുത്തുക പതിവ്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണ്ടേ? വിശ്വാസമുണ്ടോ? വിശ്വാസത്തിൽ വളരുന്നുണ്ടോ? എന്തിനാണ് കുർബാനയ്ക്ക് വേണ്ടി വന്നത്? വിശുദ്ധ കുർബാന ഒരു മർമ്മമാണ്, ഒരു രഹസ്യമാണ്. എല്ലാം എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ഒക്കുന്നില്ല. ബിക്കോസ് കാലാതീതനായ ദൈവം ഏർപ്പെടുത്തിയ ഒന്നാണ് വിശുദ്ധ കുർബാന. അല്പകാലം ജീവിക്കുന്ന ഞാൻ അതെന്താണെന്ന് പറയാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നത് കുറവാണ്. പൂർണ്ണമായി കർത്താവ് എന്തിനു വേണ്ടി ഇത് ഏർപ്പെടുത്തിയോ എന്ന് പറയാൻ ആർക്കും ശക്തിയില്ല. ബിക്കോസ് 4 വിരൽ നീളമുള്ള ഒരു ആയുസ്സിന് ഉടമ ചിരഞ്ജീവിയായ ദൈവം പറഞ്ഞത് പൂർണ്ണമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സഭ പറയുന്നത് ദിസ് ഈസ് എ മിസ്റ്ററി. അറിവില്ലാത്ത എന്നുള്ള നിലയിലല്ല. മസ്ലാമണിയച്ചൻ മാരാവണ്ണം പ്രസംഗിക്കുമ്പോൾ പറയും, ഒരു വിത്തിനകത്തൊരു വൃക്ഷമുണ്ട്, അതാണ് ആ വിത്തിൻ്റെ മിസ്റ്ററി എന്ന് പറയും. ജീവൻ വളരുന്ന ഒരു വൃക്ഷം, ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം, ഒരു കൊച്ചു വിത്തിനകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണിത്. അതാണ് അതിൻ്റെ മിസ്റ്ററി. ദൈവിക പരിജ്ഞാനവും പരിശുദ്ധ കുർബാനയുടെ അർത്ഥം, പരിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ ലഭ്യമാകുന്ന ജീവൻ്റെ അനുഭവം പറയാനും പഠിപ്പിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. വിശുദ്ധ കുർബാന ഓർമ്മയുടെ ഒരു ഭക്ഷണമാണ്. വിശുദ്ധ കുർബാന പ്രത്യാശയുടെ ഒരു ഭക്ഷണമാണ്. യേശു പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ മരിക്കില്ല, ഒടുവിലത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഉയർപ്പിൻ്റെ വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം. വിശുദ്ധ കുർബാന ഒരു മെഡിസിനാണ്, മരുന്നാണ്. വിശുദ്ധ കുർബാന തരുമ്പോൾ കാർമ്മികർ പറയും, ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് നൽകപ്പെടുന്നു. ദൈവത്തിൻ്റെ സൗഖ്യവും ആരോഗ്യവും പ്രാപിപ്പാൻ യേശുവിൻ്റെ തിരുമരണത്തെ ഓർക്കുന്നതിനും നന്ദി പറയുന്നതിനും വീണ്ടും വരുന്ന കർത്താവിൽ ആശ്രയിക്കുന്നതിനും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനതാണ്. ഇതൊരു വഴിയാഹാരമാണ് വിശുദ്ധ കുർബാന.
രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായത്തിലെ ഏലിയാവ് എന്ന മഹാപ്രവാചകൻ ക്ഷീണിച്ച് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ തട്ടി ഉണർത്തി, ഏലിയാവേ എഴുന്നേൽക്കുക, നിനക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യാനായിട്ടുണ്ട്. നോക്കിയപ്പോൾ ഒരു തുരുത്തി വെള്ളം, അത് കുടിച്ച് 40 ദിവസത്തെ വഴി പോയെന്നാണ് പറയുന്നത്, ഹോറേബ് എന്ന പർവ്വതം വരെ. സിയോൻ യാത്രക്കാരായ നാം ഇടയ്ക്ക് തളർന്നു പോകുമ്പോൾ, വിശ്വാസത്തിൽ ഭംഗം സംഭവിക്കുമ്പോൾ, വിശ്വാസം തണുത്തു പോകുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്ന ഒന്നാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ വലിയ ഊർജം, ബലം. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠിപ്പിക്കുക, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, കുർബാനാനന്തരമുള്ള കുർബാനാനുഭവം. ഇന്നത്തെ ആദ്യ കുർബാനക്കാരെ ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല, അവരോട് ചോദിക്കാനും പറ്റുന്നില്ല. കുർബാന എപ്പോഴാണ് ആരംഭിക്കുന്നത്? കുർബാന എപ്പോഴാണ് ആരംഭിക്കുന്നത്? മണിയടിക്കുമ്പോഴാണോ? തിരശ്ശീല മാറ്റുമ്പോഴാണോ? 4-ാമത്തെ റൂസ്മ കഴിയുമ്പോഴാണോ? വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് കുർബാന കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് കുർബാന ആരംഭിക്കുന്നത്. നിങ്ങളെ കാണുന്ന ആളുകൾ പറയണം, ഇവൻ്റെ മുഖത്തിൻ്റെ ഒരു തേജസ്, ഇവൻ്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്, ഇവൻ്റെ സംഭാഷണത്തിന് വ്യത്യാസമുണ്ട്, ഇവൻ്റെ ആക്ഷന് വ്യത്യാസമുണ്ട്, ഇവൻ്റെ രീതിക്ക് വ്യത്യാസമുണ്ട്, ഇവൻ്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ക്രിസ്തുഭാവം ധരിക്കാൻ തക്കവണ്ണം വിശുദ്ധ കുർബാനയുടെ മർമ്മം ഗ്രഹിച്ച് കർത്താവിൽ വളരുവാൻ പ്രിയ മക്കളെ, ദൈവം നിങ്ങൾക്ക് തുണയ്ക്കട്ടെ. കുർബാന കൊണ്ടതുകൊണ്ട് പഠനം തീർന്നു എന്ന് വിചാരിക്കാതെ അത് തുടരണം. ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ മധ്യത്തിൽ ചെയ്ത പ്രതിജ്ഞ വേദപുസ്തകം ക്രമമായി വായിക്കണം, വചനത്തിൽ ബലം ധരിക്കണം. വചനം നിങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കും. ആ ക്രിസ്തുവാകുന്ന വചനത്തെ മനസ്സിലാക്കുവാൻ അത് സഹായിക്കട്ടെ.